നമുക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു. ആ പൈസ ഇപ്പോൾ കിട്ടി. അപ്പോൾ ഇതിനകത്തൊന്നും നമ്മൾ ഓരോ നോട്ടിനെ എടുത്ത് ഇത് കള്ളനോട്ടാണോ ഇങ്ങനെ നോക്കുക എന്ന് പറയുന്നത് നമ്മൾ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. എമൗണ്ട് വേലോട്ട് പോകുന്നതനുസരിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കള്ളനോട്ടുകളാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ടുകളെ ഒരു മിനിറ്റിൽ 3000 നോട്ട് എണ്ണി കൃത്യമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ട് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതും അതിൻ്റെ നെറ്റ് എമൗണ്ട് എത്ര ആണെന്നും ഏതെങ്കിലും ഫേക്ക് നോട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ കീറി നോട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ കൗണ്ടർ ഫീറ്റ് നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നൊരു മെഷീനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം തുടർന്ന് നമുക്ക് കാണാം. ഹായ്, അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഈ കൗണ്ടർ ഫീറ്റ് നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച് വേർപ്പൊഴുക്കി നമുക്ക് കുറച്ച് പൈസ കിട്ടി, ആ പൈസ നമ്മൾ കൊണ്ടുപോയി വിനിയോഗിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ സാധനം ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. അപ്പം നമ്മുടെ കൈവശം എത്തുന്ന പണം അത് മൂല്യമുള്ളതാണോ, അതിനകത്ത് ഒറിജിനൽ ആണോ അല്ലേ എന്ന് നമുക്കറിയണമെങ്കിൽ നമുക്കൊരു ചെറിയ മെഷീൻ ഉണ്ടെങ്കിൽ, ഇതുപോലൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. അലൈഡിൻ്റെ ടെല്ലർ 28 എന്ന് പറയുന്ന മോഡൽ മെഷീനാണ്. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഹൂപ്പർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 മുതൽ 300 നോട്ട് വരെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്റ്റാക്കർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 to 300 ഇതിനകത്ത് പല മോഡുകളുണ്ട്. കറൻസിക്കകത്തുള്ള ത്രെഡ് ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടിൻ്റെ കളർ സെൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നോട്ടിൻ്റെ ബ്രെഡ്ത്തും വിഡ്ത്തും ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുപോലെ അൾട്രാവയലറ്റ് ചെക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിൽ 5-6ഓളം ഫീച്ചറുകൾ വെച്ചുകൊണ്ടാണ് തീർക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ നമുക്ക് കിട്ടുന്ന, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിനെ നമുക്ക് ധൈര്യമായിട്ട് വിനിയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയ മെഷീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് പുറത്ത് ഇതൊന്നുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇതിനകത്ത് ഇത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് ഇതിൻ്റെ കേബിൾ ഇതാണ്. അതിൻ്റെ ഓപ്പറേഷൻ ഇൻസ്റ്റലേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളാണ്. ഇത് ആർക്കും വളരെ സിമ്പിളായിട്ട്. അതിൽ തന്നെ എൻ്റെ ബ്രഷ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിന് ഡസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഹെഡിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രഷ് അതിനകത്തുണ്ട്. ഇതെല്ലാം കുറേ സെൻസറുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വെച്ച് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യുന്നത്. റഫായിട്ട് ഉപയോഗിച്ചാൽ ഇത് പെട്ടെന്ന് ചീത്തയപ്പാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ കേബിളിനെ നമ്മളിതിൻ്റെ ബാക്കിലൊരു സോക്കറ്റുണ്ട്. ഈ സോക്കറ്റിലേക്ക് നമ്മൾ കുത്തി, ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ഒരു സോക്കറ്റേ ഉള്ളൂ. അപ്പോൾ ആ സോക്കറ്റിനെ നമ്മളിതിനകത്തേക്ക് കുത്തി അതിനുശേഷം നമ്മൾ പവർ കേബിളുമായി ഇതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നീട് അതുപോലെ തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനാണ് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഒരു ഷോപ്പിലോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് പുറത്തേക്കുന്ന കസ്റ്റമർ കൂടെ ഇത് പെട്ടെന്ന് കാണാൻ പറ്റും. വലിയ സാങ്കേതിക പരിജ്ഞാനമൊന്നും ഇതിന് ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. മെഷീൻ നമ്മളെ പവർ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയിലകത്ത് മിക്സ്, മോഡ്, അതുപോലെ തന്നെ MG, UV, IR ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇതെല്ലാം അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ്. അതിൻ്റെ ഈ സൈഡിൽ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടുന്ന, ഇതിപ്പോൾ തേർഡ് പാർട്ടിക്ക് വേണ്ടി പുറത്തേക്കുന്നവർക്ക് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേക്കകത്തൂടെ നമുക്ക് വെളിയിൽ നിൽക്കുന്നവർക്കറിയാം. ഇവിടെ നമുക്ക് ഇതറിയാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഒന്ന് ഓടിച്ചിട്ടൊക്കെ പറയുകയാണ്. ഇതിൻ്റെ 3-4 മോഡുകളാണുള്ളത്. 1 മിക്സ് മോഡ് എന്ന് പറയും, 2 സോർട്ട് മോഡ് എന്ന് പറയും, 3 ഡിറ്റക്റ്റ് എന്ന് പറയും, 4 കൗണ്ട് എന്ന് പറയും. ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഇതിനെ ആദ്യമേ മിക്സ് മോഡ് എന്ന് പറയുന്ന മോഡുകളാണ്. ഈ മെഷീന് നമുക്ക് ഏകദേശം 1 മിനിറ്റിൽ നമുക്ക് 3000 കറൻസി വരെ എണ്ണിയെടുക്കാം. 1 മിനിറ്റ് കൊണ്ട് 3000 കറൻസി വരെ ഏത് ഡിനോമിനേഷനിലുള്ളതാണ്. ഈ മിക്സ് മോഡാണ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. മിക്സ് മോഡ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് MG, UV, IR ഈ പറയുന്ന രീതിയിലുള്ള ഓരോ രീതിയിലുള്ള ഫങ്ഷണാലിറ്റി ഇത്രയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യും. അതേസമയം അതിൻ്റെ എത്രയാണോ എമൗണ്ട്, നെറ്റ് എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിനെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അത് അതിനിടയ്ക്ക് കള്ള നോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് എന്തെങ്കിലും രീതിയിലുള്ള നോട്ടുകൾ, ഒടിഞ്ഞ പാതിയുള്ള നോട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ഐഡൻറ്റിഫൈ പരീക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതിൽ പല അളവിലുള്ള, അതായത് പല ഡിനോമിനേഷനിലുള്ള നോട്ടുകൾ നമ്മൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കള്ളനോട്ടില്ലാത്തതുകൊണ്ടൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ടല്ലേ നമ്മളെ ഇതിനകത്ത് ഈ 500 കൂടാതെ ഇതിനുള്ളിൽ 200ൻ്റെ നോട്ടുണ്ട്, 100ൻ്റെ നോട്ടുണ്ട്, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു വെള്ള പേപ്പർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യത്തെ മോഡായിട്ടുള്ള മിക്സ് മോഡിലേക്കാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ നോട്ടിനെ എടുത്തു, അൺടൈ ചെയ്തു, അതിനുശേഷം നമ്മളിത് വെച്ച് കൊടുക്കും. അപ്പോൾ അതാ ഇവിടെ കാണിക്കുന്നത് സസ്പീഷ്യസ് നോട്ട് ഡിറ്റക്റ്റഡ് ബൈ UV സിസ്റ്റം. അൾട്രാവയലറ്റ് സിസ്റ്റം വെച്ച് അടിച്ച് നോക്കുമ്പോൾ അവ പറഞ്ഞിരിക്കുന്നത് ഇത് സസ്പീഷ്യസ് നോട്ടാണ്. അപ്പോൾ ആ നോട്ടിനെ നമ്മൾ എടുത്ത് മാറ്റി, നമുക്ക് ഡൗട്ടുള്ളത് നമുക്ക് ഇതാണ് നമ്മുടെ ഡൗട്ടുള്ളത്. വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഇത് 103 പീസുകളുണ്ട്. മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ഉണ്ട്.
ഈ പറയുന്ന എല്ലാ ടെസ്റ്റുകളും MG, MD, UV, IR ഇത്രയും ടെസ്റ്റുകളും പാസ്സായിരിക്കുന്ന നോട്ടുകളാണ് ഇത്രയും നോട്ടുകളെന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞല്ലോ, ഏറ്റവും ബെസ്റ്റ് മോഡെന്ന് പറയുന്നത് മിക്സ് മോഡാണ്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമതായിട്ട് വീണ്ടും നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അടുത്ത മോഡ് എന്താണെന്ന് നമ്മളൊന്ന് നോക്കാം. അടുത്ത മോഡെന്ന് പറയുന്നത് സോർട്ട് മോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ അതേ കറൻസി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സോർട്ട് കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ കാണിക്കുന്നു വീണ്ടും സസ്പീഷ്യസ് നോട്ട്. സോർട്ട് മോഡിനകത്തും E10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പീഷ്യസ് നോട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ സ്റ്റാർട്ട് ഇതാണ് കണ്ടോ. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേഷൻ ഇത് 200-ൻ്റെ നോട്ടായതുകൊണ്ട് ഈ മോഡിൽ സോർട്ട് മോഡിൽ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോടും ഉണ്ട്. അപ്പോൾ 200-ൻ്റെ നോട്ടാണ്. നമ്മൾ വീണ്ടും ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ അതാ വീണ്ടും 100-ൻ്റെ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അടുത്ത ഡിനോമിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് സോർട്ട് ചെയ്യുക. സോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ ഓരോന്നിനെയും വേർതിരിച്ച് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതാ വീണ്ടും 100 വന്നിട്ടുണ്ട്. വീണ്ടും വന്നു, ഇതാ കണ്ടില്ലേ 100 എല്ലാം വന്നു. വീണ്ടും നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും. അപ്പോൾ അതിന് ശേഷം ഇതിലിപ്പോൾ 49,500 രൂപ. അപ്പോൾ നമുക്ക് ശരിയാണോ നോക്കാം. ഇവിടെ നമുക്ക് എത്രയായിരുന്നു, 200, 100, 300, 400, 500 ഒരു കള്ളനോട്ട്. ഇത് ഒരു പേപ്പർ ഇത്രയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് 49,500 രൂപ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ മോഡിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോർട്ട് മോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ അടുത്ത മോഡായിട്ടുള്ള മൂന്നാമത്തെ മോഡ്. അപ്പോൾ അടുത്ത മോഡെന്ന് പറയുന്നത് ഡിറ്റക്റ്റ് മോഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാൻ എന്താണ് ഈ ഡിറ്റക്റ്റ് മോഡ് എന്താണെന്ന് നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ നമ്മൾ അതേ കറൻസി തന്നെ വീണ്ടും നമ്മൾ എടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളിതിനെ ഇതിനോട്ട് വെച്ച് കൊടുക്കുന്നു. എന്താണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം വേറെ കാര്യങ്ങളൊന്നുമല്ല അതിനകത്ത്. ഒന്നും ലാസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ അത് ഒറ്റ ഫങ്ഷനാലിറ്റി മാത്രമേ ഉള്ളൂ. ഇത് പീസ് കാണിക്കുന്നുണ്ട്, പക്ഷേ നെറ്റ് എമൗണ്ട് എത്രയെന്ന് കാണിക്കുന്നില്ല. ഇതിനകത്ത് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം നോട്ട് കൗണ്ടർ ഫീറ്റ് ആണോ അല്ലേ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുക മാത്രമേ ഈ ഒരു ഓപ്ഷനിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത മോഡ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് കൗണ്ട് മോഡ്. അപ്പോൾ ഈ കൗണ്ട് മോഡിനകത്ത് വരുമ്പോൾ ഇതിനകത്ത് നോക്കുന്നത് കൗണ്ടിങ് മാത്രമേ ഇതിനകത്ത് നടക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ അതിന് നോക്കിയാൽ നമ്മുടെ കയ്യിൽ പൈസ നമുക്ക് മുകളിലോട്ട് ചെക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടിങ് മാത്രം നോക്കിയാൽ മതിയെങ്കിൽ നമ്മളിതാ കൗണ്ട് ചെയ്യുകയാണ്. പക്ഷേ അതിനകത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇതിനകത്ത് പല ഡിനോമിനേഷനിലുള്ള നോട്ടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഫേക്കായിട്ടൊരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൗണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ആദ്യത്തെ മോഡായിട്ടുള്ള മിക്സ് മോഡാകുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് ഈ MT എന്ന് പറയുന്നത് കണ്ടില്ലേ. ഇപ്പോൾ ഇതിനകത്തൂടെ ഈ ത്രെഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ്, MD, ഈ ഇൻഫ്രാറെഡ്, ഈ പറയുന്ന എല്ലാ ഓപ്ഷനുകളും വർക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഇതിൻ്റെ നെറ്റ് എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്ന. അപ്പോൾ ബിസിനസ്സുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ നോട്ട് അങ്ങോട്ട് കൊണ്ട് തരുന്നു. അപ്പോൾ നമുക്കതിനെ സോർട്ടൊന്നും ചെയ്യണ്ട എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ടേ, നമുക്കതിനെ അറിയണം, അളവുണ്ടോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ അപ്പോൾ നമ്മളത് മനസ്സിലായി. അതിനുശേഷം വീണ്ടും ചെയ്യും, വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ വേറെ ഒന്നും നമുക്ക് ഒന്നും അറിയാനില്ല. കാരണം നെറ്റ് എമൗണ്ട് എത്ര നമുക്ക് മനസ്സിലായി, എത്ര പീസ് നോട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലായി കാണുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ മെഷീൻ എന്ന് പറയുന്നത് വലിയ വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് പോർട്ടബിളാണ്. പിന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് പുറത്ത് കൊണ്ടുപോയി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ പവറിന് പകരം നമുക്കിതിൻ്റെ ബാറ്ററി, ഇൻബിൽറ്റ് ബാറ്ററി ആയിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥലമാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏകദേശം 6 കിലോയോളമാണ് ഇതിൻ്റെ ഭാരം. കുറേ ഈസി ആയിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ ബിസിനസ്സിൻ്റെ വലിപ്പ ചെറുപ്പമൊന്നും നോക്കണ്ട. ഇപ്പോൾ പറയുന്നതിൻ്റെ കൂട്ട് വലിയ കോടികളുടെ ബിസിനസ് ചെയ്യുന്നവരോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് സാധാരണ ഒരു കടയിലാണെങ്കിൽ പോലും നമ്മളീ പറഞ്ഞ പോലെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പൈസ വൈകുന്നേരം വരെ ഇരുന്നിട്ട് നമുക്കൊരു കിട്ടുന്ന ഒരു 5,000 രൂപയായിരിക്കും ലാഭം കിട്ടുന്നത്. ബിസിനസ്സിനകത്തുനിന്ന് ഒരു ദിവസം ലാഭം 5,000 രൂപ ഉള്ളന്നിട്ട് അതിൽ 3,000 രൂപ കള്ളനോട്ടാണെങ്കിൽ അന്നത്തെ നമ്മുടെ സമയം പോയി കിട്ടി. ഇതെല്ലാം പോട്ട് സമയത്തിനേക്കാൾ ഉപരിയായി ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടാവണം എന്നില്ല നമ്മുടെ കയ്യിൽ വരുന്നത്. ഒരാൾ തരുമ്പോൾ തന്നെ നമ്മളിത് വെരിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ ടെസ്റ്റ് ചെയ്തു, ഇത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് അത് അവസാനിപ്പിക്കാം. അപ്പം നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സേഫ്റ്റിക്കും ഇതിപ്പം നമ്മൾ ചെയ്യുന്ന രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും എക്കോണമിയെ നശിപ്പിക്കുന്നത്, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഈ ഭീകരവാദത്തിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹവാല ഇങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിലൂടെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പണം പമ്പ് ചെയ്യപ്പെട്ട് നമ്മുടെ എക്കോണമിയാണ് നശിപ്പിച്ചാൽ നമ്മൾ മൊത്തം ഇല്ലാതാവും. അപ്പം നമ്മുടെ എക്കോണമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ്. അപ്പോൾ നമുക്ക് എല്ലാ വീട്ടിലും ഓരോ മെഷീൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതെന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. പിന്നെ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന, നമുക്ക് സമാധാനമായിട്ട് രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.